ഹായ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കട്ട് വെർട്ടെക്സ്, ഒരു ഗ്രാഫിന്റെ കട്ട് വെർട്ടെക്സ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ കട്ട് എഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. ഒരു ഗ്രാഫിൽ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിന് ഡിസ്കണക്ഷൻ സംഭവിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻക്രീസ് ചെയ്യുമെങ്കിൽ ആ എഡ്ജിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് വിളിച്ചത്. ഇവിടെ നമ്മൾ കട്ട് വെർട്ടെക്സ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ കട്ട് വെർട്ടെക്സ്, ഞാനിവിടെ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. V1, V2, V3 ആൻഡ് V4. സപ്പോസ് എൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു ഗ്രാഫാണ് എൻ്റെ ഗ്രാഫ് അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്രാഫില് ഞാൻ V4 എന്ന് പറയുന്ന വെർട്ടെക്സ് അങ്ങ് റിമൂവ് ചെയ്യുക. V4 എന്ന് പറയുന്ന ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യുക. വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതുമായിട്ട് ഇൻസിഡന്റ് ആയിട്ടുള്ള എല്ലാ ലൈൻസും പോകും. അപ്പോൾ നമുക്ക് എന്താ, ഈ ഗ്രാഫ് G ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് V1, V2, V3, V4 പോവും. V4 പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ എഡ്ജസ് എല്ലാം തന്നെ പോകും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, G മൈനസ് V4 എന്ന് പറയുന്ന ഗ്രാഫ്. ജിയിൽ നിന്ന് V4 എന്ന് പറയുന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്ത ഗ്രാഫ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് കമ്പോണൻസ് എത്രയാണ്? നമ്പർ ഓഫ് കമ്പോണൻസ് 1 ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 ആണ്. സോ ഇങ്ങനെ ഇവിടെ ഈ ഒരു V4 എന്ന് പറയുന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസ്കണക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ വെർട്ടെക്സിനെ, V4 എന്ന് പറയുന്ന വെർട്ടെക്സിനെ നമുക്ക് കട്ട് വെർട്ടെക്സ് എന്ന് വിളിക്കാം. അപ്പൊ കട്ട് വെർട്ടെക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കട്ട് വെർട്ടെക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ വെർട്ടെക്സ് V ഈസ് കോൾഡ് എ കട്ട് വെർട്ടെക്സ്. V is called a cut vertex of G if omega of G is less than omega of G minus V. അതായത് ഈ ഗ്രാഫില് ആ വെർട്ടെക്സ് V എന്ന് പറയുന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കമ്പോണൻസ് കൂടണം. ഒമേഗ ജിയേക്കാളും ജിയുടെ കമ്പോണൻസിനേക്കാൾ കൂടുതലായിരിക്കണം ഏതിനകത്ത് വരേണ്ടത്? G മൈനസ് വിയിലെ നമ്പർ ഓഫ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനൊരു ഗ്രാഫ് എടുക്കുന്നു. V1, V2, V3 ആൻഡ് V4. ഇഫ് വി റിമൂവ് V1, നമുക്ക് എന്ത് കിട്ടും? V1 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ V4, V3, V2. അപ്പോൾ ഈ എഡ്ജസ് അവിടെ ഉണ്ടാവും. സോ ഇതാണ് G മൈനസ് V1 എന്ന് പറയുന്ന ഗ്രാഫ്. സോ V1 എന്ന് പറയുന്ന വെർട്ടെക്സ് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല? കട്ട് വെർട്ടെക്സ് ആവാനെ കൊണ്ട് പറ്റത്തില്ല. ഇതുപോലെ നമ്മൾ V2 എടുക്കുക. V2 ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? V2 ആണെങ്കിൽ V1, V4, V3, V1, V4 കണക്ഷൻ ഉണ്ടാവും, V4, V3 കണക്ഷൻ ഉണ്ടാവും, വേറെ ഒരു കണക്ഷനും ഉണ്ടാവത്തില്ല. അപ്പൊ ഇതും എഗെയിൻ എന്താണ്? കണക്റ്റഡ് ആണ്. സോ G മൈനസ് V2 ആണ്. V2 എന്ന് പറയുന്നത് എന്താവാൻ പറ്റത്തില്ല? ഒരു കട്ട് വെർട്ടെക്സ് ആവാൻ പറ്റത്തില്ല. ഈ ഗ്രാഫിൽ ഇതുപോലെ മറ്റു രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ ഒരു കട്ട് വെർട്ടെക്സ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഗ്രാഫിൽ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ, വേറെ വെർട്ടെക്സുകൾ എടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് എന്തുണ്ടാവത്തില്ല? കട്ട് വെർട്ടെക്സ് ഉണ്ടാവത്തില്ല. ഇനി വേറൊരു ഗ്രാഫ് ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു. V1, V2. അപ്പൊ ഇവിടെ ഞാൻ V1 റിമൂവ് ചെയ്താൽ എന്താ സംഭവിക്കുക? V1 എന്ന് പറയുന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ റിമെയിൻ ചെയ്യുന്ന ഈ എഡ്ജ് പോയി, ഈ എഡ്ജ് പോയി, ഈ എഡ്ജ് പോയി. അപ്പൊ റിമെയിൻ ചെയ്യുന്ന എന്താ? ഈ ഒരു വെർട്ടെക്സും ഇത് റിമെയിൻ ചെയ്യും. അതുപോലെ പിന്നെ ആ ഒരു ട്രയാങ്കുലർ പാർട്ടും അവിടെ എക്സിസ്റ്റ് ചെയ്യും. ബാക്കി എല്ലാ എഡ്ജും റിമൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ G എന്ന് പറയുന്നത്. ഇതാണ് G മൈനസ് V1 എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്രാഫില് V1 എന്ന് പറയുന്ന വെർട്ടെക്സ് എന്താണ്? V1 ഈസ് എ കട്ട് വെർട്ടെക്സ് ഓഫ് G. V1 എന്ന് പറയുന്നത് എന്താണ്? Jയുടെ കട്ട് വെർട്ടെക്സ് ആണ്. ഇതുപോലെ നമ്മൾ
ഈ V2 എടുത്തു കഴിഞ്ഞാലും എന്താ സംഭവിക്കുക, V2 ആയിട്ടുള്ള ഇത് രണ്ടും പോയി ഈ എഡ്ജും പോകും. അപ്പോൾ ഇത് നേരെ തിരിച്ചു വരും. അപ്പോൾ V2വും ഈ ഗ്രാഫിന്റെ എന്താണ്, V2 ഈസ് ഓൾസോ എ കട്ട് വെർട്ടെക്സ് ഓഫ് G. V2 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കട്ട് വെർട്ടെക്സ് ആണ്. അപ്പോൾ കട്ട് വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെർട്ടെക്സിന്റെ റിമൂവല് ഗ്രാഫിന്റെ നമ്പർ ഓഫ് കമ്പോണൻസിനെ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. നമ്പർ ഓഫ് കമ്പോണൻസ് Gയേക്കാളും നമ്പർ ഓഫ് കമ്പോണൻസ് തരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വെർട്ടെക്സുകളെയാണ് കട്ട് വെർട്ടെക്സുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമ്മൾ KNകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ നമുക്ക് K2 എടുക്കാം. K1 എന്ന് പറയുന്നത് ഒറ്റ വെർട്ടെക്സേ ഉള്ളൂ, അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല, അതിനകത്ത് എഡ്ജ് റിമൂവ് ചെയ്യും. K1 K2 എടുത്തു കഴിഞ്ഞാൽ ഏത് വെർട്ടെക്സ് റിമൂവ് ചെയ്താലും അതിനകത്ത് കട്ട് വെർട്ടെക്സ് ഉണ്ടാവത്തില്ല. K3 എടുത്തു കഴിഞ്ഞാലോ, K3 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ കണക്റ്റഡ് ആണ്, ഇത് റിമൂവ് ചെയ്താലും കണക്റ്റഡ് ആണ്. അതുപോലെ K4 എടുത്തു കഴിഞ്ഞാൽ K4 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ഇതുവേ പോകത്തുള്ളൂ, ബാക്കിയുള്ളത് കണക്റ്റഡ് ആണ്. ഇതേ സെയിം രീതിയിലായിരിക്കും വേറെ ഏത് വെർട്ടെക്സ് എടുത്താലും. അപ്പോൾ K4 എടുത്തു കഴിഞ്ഞാലും എന്ത് വരത്തില്ല, K4 എടുത്തു കഴിഞ്ഞാൽ കട്ട് വെർട്ടെക്സ് ഉണ്ടാവത്തില്ല. ഇൻ ജനറൽ KN ഹാസ് നോ കട്ട് വെർട്ടെക്സ്. KNനും എന്തുണ്ടാവത്തില്ല, കട്ട് വെർട്ടെക്സുകൾ ഉണ്ടാവത്തില്ല. ഏത് N എടുത്തു കഴിഞ്ഞാലും KNന് എന്തുണ്ടാവത്തില്ല, കട്ട് വെർട്ടെക്സുകൾ ഉണ്ടാവത്തില്ല. ഓക്കെ, നമുക്കിനി അടുത്ത നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു റിസൾട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കട്ട് വെർട്ടെക്സ് ആകണമെങ്കിൽ എന്താണ് അതിൻ്റെ, കട്ട് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ള ഒരു തിയറമാണ് നമ്മൾ നോക്കുന്നത്. തിയറം ലെറ്റ് V be a vertex of the connected graph G, then V is a cut vertex of G if and only if there are two vertices U and W of G both different from V such that V is on every UW path in G. G is any UW path in G. അതായത് നമ്മുടെ തിയറം പറയുന്നത് G എന്ന് പറയുന്ന ഗ്രാഫ് എടുക്കുന്നു, അതിനകത്ത് ഒരു വെർട്ടെക്സ് V എടുക്കുന്നു. V എന്ന് പറയുന്ന കട്ട് വെർട്ടെക്സ് ആകണമെങ്കിൽ നമുക്കൊരു വെർട്ടെക്സ് W കണ്ടുപിടിക്കാൻ പറ്റണം, അതുപോലെ ഒരു വെർട്ടെക്സ് Uവും കണ്ടുപിടിക്കാൻ പറ്റണം. such that every UW path contain the vertex V. Every UW path contain the vertex V. അപ്പോൾ നമുക്ക് പ്രൂഫ് എഴുതാനൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം നമുക്ക് രണ്ട് പാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിനകത്ത് ഞാൻ അസ്യൂം ചെയ്യുന്നു, സപ്പോസ് V is a കട്ട് വെർട്ടെക്സ്. V കട്ട് വെർട്ടെക്സ് ആണെന്ന് വെച്ചോളുക. അപ്പോൾ എന്താ സംഭവിക്കുക, then G minus V is a disconnected. ഇത് എന്താണ്, ഡിസ്കണക്റ്റഡ് ആണ്. അത് നമ്മളിവിടെ ഒരു ഡിസ്കണക്റ്റഡ് എന്ന് പറയാൻ കാര്യം നമ്മൾ G എടുത്തത് ഒരു കണക്റ്റഡ് ഗ്രാഫ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റഡ് ആകും എന്നുള്ള ഒരു മീനിങ്ങിൽ മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മളിവിടെ. അപ്പോൾ എന്താ, G മൈനസ് V എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ഒരു ഡിസ്കണക്റ്റഡ് ആണ്. ആ G മൈനസ് V ഡിസ്കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ G മൈനസ് Vക്ക് എന്തുണ്ടാവും, അറ്റ്ലീസ്റ്റ് എന്തുണ്ടാവും, 2 കമ്പോണൻസ് ഉണ്ടാവും. Then G minus V has at least 2 components. Let it be
G1 and G2. Let it be G1 and G2. And choose a vertex U in G1 and W in G2. അപ്പോൾ U എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് G1 അതായത് 2 കമ്പോണന്റ് ആയിട്ട് മുറിഞ്ഞു. അറ്റ്ലീസ്റ്റ് 2 എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 കമ്പോണന്റേ ഉള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കമ്പോണന്റ്. അപ്പോൾ ഇതിൽ നിന്നൊരു വെർട്ടെക്സ് G1 നിന്ന് U എടുത്തു, G2 നിന്ന് W എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിലില്ലാത്ത വെർട്ടെക്സ് ആണ് V എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ രണ്ടിലും വരാത്ത വെർട്ടെക്സ് ആണ്, ഈ 2 കമ്പോണന്റിലും വരാത്ത നമ്മൾ റിമൂവ് ചെയ്തു. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് G - V എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് W അല്ലാത്ത ഒരു പാത്ത് ഉണ്ടെന്ന് വെച്ചോളാം. ഒരു W ഇല്ലാത്ത ഒരു പാത്ത് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇഫ് there exists a path connecting U and W which does not contain the vertex V. അതായത് ഈ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാത്ത്, ഇങ്ങനൊരു പാത്ത് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഉണ്ടെങ്കിൽ V റിമൂവ് ചെയ്താലും എഗെയിൻ ഈ 2 വെർട്ടെക്സ് എന്തായേ പറ്റൂ? കണക്റ്റഡ് ആയേ പറ്റൂ. എഗെയിൻ ഈ 2 വെർട്ടെക്സ് എന്തായേ പറ്റൂ? കണക്റ്റഡ് ആയേ പറ്റൂ. ദെൻ U and W are connected in G - V. U ഉം W, അതായത് ഈ V അല്ലാതെ ഒരു പാത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? അത് എഗെയിൻ കണക്റ്റഡ് ആയേ പറ്റൂ. പക്ഷെ നമ്മൾ എടുത്തേക്കുന്നത് അങ്ങനെയല്ല, അത് കണക്റ്റഡ് അല്ല. വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അത് പോസിബിൾ അല്ല. ഹെൻസ് എവരി UW path contain the vertex V. അതുകൊണ്ട് ഏത് UW പാത്ത് എടുത്തു കഴിഞ്ഞാലും V എന്ന് പറയുന്ന വെർട്ടെക്സിനെ കണ്ടെയ്ൻ ചെയ്യും. അപ്പോൾ ഇവിടെ 2 കമ്പോണന്റിൽ നിന്ന് യുവും ഡബ്ല്യുവും 2 കമ്പോണന്റിലെയാണെന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ വിയെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു പാത്ത് ഉണ്ടെങ്കിൽ വിയുടെ റിമൂവൽ എന്ത് സംഭവിക്കത്തില്ല? വി എന്ന് പറയുന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല? ഡിസ്കണക്ഷൻ. ആ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് എന്ത് പറ്റും? കാര്യം അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഇത് 2 വിയും ഡബ്ല്യുവും 2 കമ്പോണൻസിലാണ്. അത് തമ്മിൽ ഇപ്പോൾ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. സോ നമുക്ക് എന്ത് പറയാം? എല്ലാ പാത്തുകൾ എടുത്താലും അത് ഏതിൽ കൂടെ പോയേ പറ്റൂ? വി എന്ന് പറയുന്ന വെർട്ടെക്സിൽ കൂടെ പോയേ പറ്റൂ. ഇനി കോൺവേഴ്സ് പാർട്ട്. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് every UW path contains the vertex V. UW path ഏതെടുത്താലും എന്ത് സംഭവിക്കും? The vertex V യെ കണ്ടെയ്ൻ ചെയ്യുന്നു. Then in G - V, ജിയിൽ നിന്ന് V റിമൂവ് ചെയ്തു. There does not exist a path connecting U and W. അതായത് ഏത് UV പാത്ത് എടുത്തു കഴിഞ്ഞാലും, അതായത് U എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെയാണ്, V എന്ന് UW എന്ന് പറയുന്ന ഒരു ഇത് ഇവിടെയാണ്, ഇതിൻ്റെ ഇടയ്ക്കാണ് V എന്ന് പറയുന്ന വെർട്ടെക്സ്. അപ്പോൾ ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും അത് എന്തിലേക്ക് കൂടെ പോകും? V കൂടെ പോകും. ഇങ്ങനെ ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? V എന്ന് പറയുന്ന വെർട്ടെക്സിൽ കൂടെ ഏത് പാത്ത് എടുത്താലും V എന്ന് പറയുന്ന വെർട്ടെക്സിൽ കൂടെ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണ്ട ഈ V എന്ന് പറയുന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ യുവും വിയും തമ്മിൽ കണക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ G - Vക്കകത്ത് യുവും ഡബ്ല്യുവും എന്തായിട്ട് വരും? കണക്ട് ചെയ്യുന്ന പാത്തില്ല. ദെൻ G - V ഈസ് ഡിസ്കണക്റ്റഡ്. G - V എന്ന് പറയുന്ന ഗ്രാഫ് എന്തായി? ഡിസ്കണക്റ്റഡ് ആയി. ഏത് റിമൂവ് ചെയ്യപ്പോഴാ? V എന്ന് പറയുന്ന വെർട്ടെക്സ്. ദാസ് V is a cut vertex. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? V എന്ന് പറയുന്ന വെർട്ടെക്സ് എന്താണെന്ന് പറയാം? കട്ട് വെർട്ടെക്സ് ആണെന്ന് പറയാം. അപ്പോൾ V എന്ന് പറയുന്ന വെർട്ടെക്സ് കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ
അവിടെ ഗ്രാഫിൽ രണ്ട് വെർട്ടെക്സുകൾ എക്സിസ്റ്റ് ചെയ്യും. യുവും ഡബ്ല്യു എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സുകൾ എക്സിസ്റ്റ് ചെയ്യും. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏത് പാത്ത് എടുത്താലും അത് വി യു കൂടെ പോകും. അതുപോലെ ഇങ്ങനെ രണ്ട് വെർട്ടെക്സുകൾ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വി എന്ന് പറയുന്ന വെർട്ടെക്സ് എന്തായിട്ട് മാറും? അതൊരു കട്ട് വെർട്ടെക്സ് ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ആ ഒരു തിയറം പറയുന്നത്. ഇനി നമ്മൾ പി എൻ എന്ന് പറയുന്ന ഗ്രാഫ് എടുക്കുക. പി എൻ എന്ന് പറഞ്ഞാൽ എന്താ? പാത്താണ്. പാത്ത് ഗ്രാഫുകൾ എടുക്കുക. പാത്ത് ഗ്രാഫ് ഇപ്പോൾ P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. P2ന്റെ ഏത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവത്തില്ല? ഡിസ്കണക്ഷൻ ഉണ്ടാവത്തില്ല. P3 എന്ന് പറഞ്ഞാൽ എന്താ? 3 വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ P3 ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ഡിസ്കണക്ഷൻ ഉണ്ടാവത്തില്ല. ഇത് റിമൂവ് ചെയ്താലും എന്തുണ്ടാവത്തില്ല? ഡിസ്കണക്ഷൻ ഉണ്ടാവത്തില്ല. ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കും? 2 പോയിന്റ് ആയിട്ട് കിട്ടും. P4 എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് റിമൂവ് ചെയ്താലും എന്ത് സംഭവിക്കും? ഡിസ്കണക്ഷൻ സംഭവിക്കും. അപ്പോൾ PNs എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? PN എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വെർട്ടെക്സുകളും എങ്ങനെയാ? പെൻഡന്റ് അല്ല, ഡിഗ്രി 1 അല്ലാത്ത ഈ PNനകത്ത് ഡിഗ്രി ഓഫ് VI ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എല്ലാ വെർട്ടെക്സുകളും എന്താണ്? കട്ട് വെർട്ടെക്സ് ആണ്. എല്ലാ വെർട്ടെക്സും PNനകത്ത് എന്ത് ഇങ്ങനെ വരുന്ന എല്ലാ വെർട്ടെക്സുകളും നമുക്ക് റിമാർക്കായിട്ട് എഴുതാം. എവരി വെർട്ടെക്സ് വിത്ത് ഡിഗ്രി ഓഫ് V ഈസ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് V എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ 2 ആവാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ഓഫ് V ഗ്രേറ്റർ ദാൻ 1 ഈസ് എ കട്ട് വെർട്ടെക്സ് ഇൻ PN for n greater than or equal to 3. n 2 സംഭവിക്കുന്നില്ല. അപ്പോൾ n greater than or equal to 3 or all intermediate vertices are cut vertex. In a path all intermediate vertices are cut vertex. ഇനി നമ്മുടെ ഒരു ചോദ്യമുണ്ട്, എല്ലാ വെർട്ടെക്സും കട്ട് വെർട്ടെക്സ് ആയിട്ട് വരുന്ന ഒരു ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ വെർട്ടെക്സുകളും കട്ട് വെർട്ടെക്സ് ആയിട്ട് വരുന്ന ഗ്രാഫുകൾ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അടുത്ത ഒരു റിസൾട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതാണ് തരുന്നത്. അങ്ങനെ ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഒരു ഗ്രാഫ് എടുത്താൽ 2 വെർട്ടെക്സ് എങ്കിലും കട്ട് വെർട്ടെക്സ് ആകരുത്. അപ്പോൾ അടുത്ത തിയറം, ലെറ്റ് G be a graph with n vertices where n is greater than or equal to 2. Then G has at least 2 vertices which are not cut vertices. എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് ആണ്, വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ദെൻ G ഹാസ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടീസസ് വിച്ച് ആർ നോട്ട് കട്ട് വെർട്ടെക്സ്. ജിക്ക് 2 വെർട്ടെക്സ്, കട്ട് വെർട്ടെക്സ് അല്ലാത്ത 2 വെർട്ടെക്സുകൾ ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നു G എന്ന് പറഞ്ഞ ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. കാര്യം G എന്ന് പറയുന്ന ഗ്രാഫ് കണക്റ്റഡ് അല്ലെങ്കിൽ ഈ ഓരോ കമ്പോണന്റും കണക്റ്റഡ് ആണ്, അതിനകത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സപ്പോസ് G is a connected graph. G കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള Gക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാൽ 2 കട്ട് വെർട്ടെക്സ് അല്ലാതെ 2 വെർട്ടെക്സ് എങ്കിലും ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ അത് കോൺട്രഡിക്ടറി ആയിട്ട് പ്രൂവ് ചെയ്യുന്നു. സപ്പോസ് G ഹാസ് അറ്റ്മോസ്റ്റ് 1 vertex which is not a cut vertex. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G എന്ന് പറയുന്ന ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ എല്ലാ വെർട്ടെക്സും കട്ട് വെർട്ടെക്സ് ആവാത്ത വെർട്ടെക്സ് ആയിരിക്കും എല്ലാ വെർട്ടെക്സും, അല്ലെങ്കിൽ ഒരു വെർട്ടെക്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കട്ട് വെർട്ടെക്സ് അല്ലാതെ ഒരു വെർട്ടെക്സേ ഉണ്ടാവും. ഒന്നുകിൽ G എന്ന് പറയുന്ന ഗ്രാഫിന് കട്ട് വെർട്ടെക്സ് അല്ലാത്ത വെർട്ടെക്സ് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. അതായത് ആ ഗ്രാഫിലെ ഏത് 2 വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഒരെണ്ണം കട്ട് വെർട്ടെക്സ് അല്ലാതായേ പറ്റൂ. ഏത് 2 വെർട്ടെക്സ് എടുത്താലും ഒരു വെർട്ടെക്സ് കട്ട് വെർട്ടെക്സ്
അല്ലാതായേ പറ്റൂ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിലെ ഏത് രണ്ട് പെയർ വെർട്ടെക്സ് യുവും വിയും ഇത് ഈ ഗ്രാഫിലെ രണ്ട് വെർട്ടെക്സുകളാണെങ്കിൽ ഒന്നെങ്കിൽ യു കട്ട് വെർട്ടെക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് എന്തായിരിക്കണം, കട്ട് വെർട്ടെക്സ് ആയിരിക്കണം. കാര്യം ഇതിനകത്ത് കട്ട് വെർട്ടെക്സ് അല്ലാതെ അറ്റ്മോസ്റ്റ് വൺ വെർട്ടെക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് വെർട്ടെക്സ് അല്ലാതെ അറ്റ്മോസ്റ്റ് വൺ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ കട്ട് വെർട്ടെക്സ് അല്ലാത്ത വെർട്ടെക്സുകളുടെ എണ്ണം ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിലെ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അതിനകത്ത് ഒരെണ്ണം എന്തായേ പറ്റൂ, കട്ട് വെർട്ടെക്സ് ആയേ പറ്റൂ. അപ്പം നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഗ്രാഫിലെ രണ്ട് വെർട്ടെക്സുകൾ ചൂസ് ചെയ്യുന്നു വിത്ത് ആ രണ്ട് വെർട്ടെക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മാക്സിമം. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിലെ മാക്സിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡയമീറ്റർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ചൂസ് ടു വെർട്ടീസസ് U and V such that distance between UV equal to diameter of G. Diameter എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത്. ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UV പാത്ത് ആയിരിക്കും. ഈ ഗ്രാഫിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് that is the longest path in G is UV path. ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം, UV പാത്ത്. UV പാത്തിന്റെ ലെങ്ത് ആയിരിക്കും ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് UV പാത്താണ്. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിലെ ഏറ്റവും ഫാർത്തസ്റ്റ് ആയിട്ട് വരുന്ന ഏറ്റവും ഡിസ്റ്റൻസിൽ വരുന്ന വെർട്ടെക്സ് എന്ന് പറയുന്നത് യുവും വിയും ആയിരിക്കും. അപ്പൊ ഈ UV എന്ന് പറയുന്നത് രണ്ട് വെർട്ടെക്സ്. അപ്പൊ അതിനകത്ത് ഒരെണ്ണം എന്തായേ പറ്റൂ, ഈ ഒരു വെർട്ടെക്സ് എന്തായേ പറ്റൂ, കട്ട് വെർട്ടെക്സ്. ദെൻ one among U or V is a cut vertex. കാര്യം ഈ ഗ്രാഫിൽ നോൺ കട്ട് വെർട്ടെക്സ് ആയിട്ട് ഒന്നെങ്കിൽ ഒരു വെർട്ടെക്സ് അല്ലെ 0 വെർട്ടെക്സ്. ഇവിടെ രണ്ട് വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം കട്ട് വെർട്ടെക്സ് ആയേ പറ്റൂ. സോ അസ്യൂം V is a cut vertex. വി കട്ട് വെർട്ടെക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ വി കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ തിയറം വെച്ചിട്ട് നമുക്ക് വി റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, രണ്ട് G മൈനസ് വി എന്ന് പറയുന്ന രണ്ട് കമ്പോണന്റ് കിട്ടും. അതിനകത്ത് ഒരു കമ്പോണന്റിലാണ് യു. അപ്പം ഞാൻ ഈ യു വരാത്ത കമ്പോണന്റിൽ നിന്ന് ഒരു W ചൂസ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ചൂസ് W in choose a vertex W in G which does not belongs to the same component as U. U വരുന്ന ആ കമ്പോണന്റിൽ വരാത്ത ഒരു വെർട്ടെക്സ് W-നെ ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ തിയറം വെച്ചിട്ട് UW path, every UW path contain the vertex V. Then by previous theorem, every UW path contain the vertex U. അപ്പോൾ U എന്ന് പറയുന്ന വെർട്ടെക്സ് ഇവിടെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UW പാത്ത് നമ്മൾ ഏതെടുത്താലും അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ആയിരിക്കും V എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് V ഈസ് ആൻ ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ഓഫ് എനി UW പാത്ത്. ഏത് UW പാത്ത് എടുത്താലും അതിന്റെ ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ആയിട്ടായിരിക്കും വരിക. ഹെൻസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ UW ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ UV. യുവും W തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇന്റർമീഡിയറ്റ് വെർട്ടെക്സ് ആണ്. UV കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത്, UW എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ അസംഷൻ വെച്ചിട്ട് എന്താണ്, UV പാത്താണ് ഏറ്റവും വലിയത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. ഏതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു, മാക്സിമം പാത്തിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് പറയാം, മാക്സിമം പാത്തിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കോൺട്രഡിക്ഷൻ വന്നത് എന്തുകൊണ്ടാണ്,
നമുക്ക് അറ്റ്മോസ്റ്റ് വൺ നോൺ കട്ട് വെർട്ടെക്സ് അല്ലാതെ അറ്റ്മോസ്റ്റ് ഒരു വെർട്ടെക്സേ ഉള്ളൂ എന്നെടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അങ്ങനെ വരാൻ പറ്റത്തില്ല. സോ എ ഗ്രാഫ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 നോൺ കട്ട് വെർട്ടെക്സ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ഏത് കണക്റ്റഡ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും ആ കണക്റ്റഡ് ഗ്രാഫിന് 2 വെർട്ടെക്സ് കട്ട് വെർട്ടെക്സ് അല്ലാതെ ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് 2 വെർട്ടെക്സ് വിച്ച് ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ്. ഇപ്പൊ കണക്റ്റഡ് ഗ്രാഫിന്റെ പ്രൂഫായി. ഇനി ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ കമ്പോണൻസ് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ തിയറം തന്നെ ആ കമ്പോണന്റിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പ്രൂഫ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും.